ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏലത്തിന് കുറച്ച് വളപ്രയോഗമാണ് കേട്ടോ. നമ്മളിന്ന് ഏലം എല്ലാം റെഡിയാക്കി തെളിച്ച് റെഡിയാക്കിയായിരുന്നു, ചുവടെല്ലാം വൃത്തിയാക്കി. ഇനി നമുക്ക് 4 കൂട്ടം വളമാണ് നമ്മളിടുന്നത്. 8 കൂട്ടം പിണ്ണാക്ക്, അതുപോലെ തന്നെ 16 കോംപ്ലക്സ് ആണ് ഇടുന്നത്, അതുപോലെ തന്നെ MOP, അതുപോലെ തന്നെ റിച്ച് മൈക്രോ ക്രിയർ. ഇങ്ങനെ 4 കൂട്ടം വളം ഒന്നിച്ച് ചേർത്തിട്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വൃത്തിയാക്കിയായിരുന്നു. ഇപ്പോൾ ചെറിയ മഴക്കുറവുണ്ട് കേട്ടോ. ഈ വർഷം നല്ല പണി കിട്ടുന്ന ലക്ഷണമുണ്ട്. കാരണം മഴ തീർത്ത് കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് തൂളിപ്പോകുന്നതേ ഉള്ളൂ. എങ്കിലും മണ്ണിന് നല്ല നനവുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ രാസവളം ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് വെള്ളം ലാസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വളമെല്ലാം കൂടെ കൂട്ടി ഒരു ബക്കറ്റിനകത്ത് വാരിയെടുത്തു. 4 കൂട്ടം വളമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ ചുവട്ടിൽ ഒരു 200-250 ഗ്രാം വരുന്നത് പോലെ, നമുക്ക് ഒരു വർഷം മാത്രം പ്രായമായിട്ടുള്ള ചെടിയാണ്. അതുകൊണ്ട് ഒരു 200-250 ഗ്രാം അടുത്ത് മാത്രമാണ് ഒരു ചെടിക്ക് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഈ 4 വളങ്ങൾ കൂട്ടി ഒരു 3-4 ചെടിയിലെ ചുവട്ടിൽ ഇട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒത്തിരി ഈ ചിമ്പയിലും ഒക്കെ കയറി വീഴാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഈ ടൈമിൽ. കാരണം വെച്ചാൽ രാസവളമായതുകൊണ്ട് നല്ല മഴ, ഒരുമാതിരി തൂളമഴയൊക്കെ നമുക്കുള്ള ടൈമിലാണെങ്കിൽ നമുക്ക് കയറ്റിയിടാൻ കുഴപ്പമില്ല. ഇതിപ്പം നമുക്കൊരു ശകലം ചുവട്ടിൽ നിന്ന് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. കാരണം ഏലത്തിൻ്റെ വേര് നല്ല ദൂരത്തിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഏലത്തിൻ്റെ ചുവട്ടിലൊക്കെ മാന്തം പറയും. നമ്മൾ 2 ചെടിയുടെ സെൻറ്ററിൽ മാന്തിയാൽ പോലും നമുക്ക് നന്നായിട്ട് ഈ ഭാഗത്തെല്ലാം വേരുണ്ടാകും. അതുകൊണ്ട് തന്നെ കുറച്ച് അകത്തി ഇട്ടാൽ മതി. ഇപ്പം അത്യാവശ്യം നല്ല ചിമ്പ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പോളിയർ വളം സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഇന്ന് തന്നെ നമ്മൾ മരുന്നും കൂടെ അടിക്കുന്നുണ്ട്. മരുന്ന് ഏതൊക്കെ അടിക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, പുഴുശല്യവും ഒക്കെ ഉണ്ട് തണ്ടുതുരപ്പിന്. ചെറുതായിട്ട് നിമാവിര പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ള മരുന്ന് നമ്മൾ അടുത്ത ദിവസം അടിക്കുന്നുണ്ട്. അടുത്ത ദിവസമല്ല, ഇന്ന് തന്നെ ഈ ഒരു വളത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നനയ്ക്കാനുണ്ട്. നനച്ചും കൂടെ കഴിഞ്ഞിട്ട്, കാരണം വളം ഇടുന്നതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്. മണ്ണിന് ചെറിയ നനവുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ രാസവളം ആയതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞ് മണ്ണിലോട്ട് ചേരാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് ഈ 4 വളം നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കൃഷിയിലോട്ട് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ, ഫസ്റ്റ് നിങ്ങളൊരു വർഷക്കാലം പ്രായമായ ചെടിയൊക്കെ ആണെങ്കിൽ ചെടിക്ക് പ്രയോഗിക്കാൻ നല്ല, അതായത് വള്ളി അടിക്കാൻ തുടങ്ങിയ ചെടിക്ക് കേട്ടോ. നന്നായിട്ട് വള്ളി അടിച്ച ചെടിക്കല്ല. ഞാൻ വളമെല്ലാം ഇട്ട് തീർത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നനച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. വെള്ളം ഇതൊന്ന് ഈ നമ്മുടെ രാസവളം ജസ്റ്റ് ഒന്ന് മണ്ണിലോട്ട് അലിയാൻ വേണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് തളിച്ച് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം ഒരു 20-30 തൊട്ടിട്ട് ഒരു 40-45 വരെയൊക്കെ ചിമ്പുകളുള്ള ചെടികളുണ്ട് ഇതിനകത്ത്. എന്നാലും നമുക്ക് ചെറിയ കേടുഭാഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. നമുക്ക് കൂടുതലും കൂമ്പ് ചീച്ചിൽ, അതുപോലെ തന്നെ മഞ്ഞപ്പുള്ളി കാണുന്നുണ്ട്, മഞ്ഞപ്പിഞ്ച് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ വേരുപുഴുവിൻ്റെ ഇഷ്യൂ കാണുന്നുണ്ട്, തണ്ടുതുരപ്പൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനും ഒക്കെ ആയിട്ട് ഒരു 2 കൂട്ടം മരുന്ന് നമുക്ക് സ്പ്രേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് നാളെ എന്തൊക്കെയാണ് സ്പ്രേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഈ വർക്ക് തീർത്തതിന് ശേഷം വേണം മരുന്ന് സ്പ്രേ ചെയ്യാൻ നേരത്ത്. അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു വർഷം പ്രായമായ ചെടിക്ക് നമുക്ക് ഇതേ രീതിയിൽ ഉള്ള വളപ്രയോഗം ബെറ്ററായിട്ടുള്ളൊരു വളപ്രയോഗമാണ്. 18 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 16 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെടിക്ക് നല്ല വളർച്ച കിട്ടും. അതുപോലെ തന്നെ കായ്ഫലം ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ MOP നല്ല വളമാണ്. അതുപോലെ തന്നെ റിച്ച് മൈക്രോ കെയർ നല്ല ബെറ്ററായിട്ടുള്ള ഒരു വളമാണ്. ഇത് 3ഉം മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ 8 കൂട്ടം പിണ്ണാക്കും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ ഇതിൻ്റെ മരുന്ന് പ്രയോഗം ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം. ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ A to Z വീഡിയോകൾ, ഞാൻ ഈ ഏലത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഏലത്തിന് വേണ്ടി ചെയ്യുന്ന മരുന്നുകളും വളങ്ങളും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതുപോലെ നന്നായ രീതിയിൽ തന്നെ 1-ാം വർഷം തന്നെ പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട്, അതുപോലെ തന്നെ നല്ലതായിട്ട് ചിമ്പടിക്കാനും മറ്റുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഓരോ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.